ഇതാ അങ്ങ് ദൂരെ പച്ച നിറത്തിൽ കാണുന്നത് കണ്ടോ, അതാണ് മരുത്വ മല. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു മൗണ്ടൻ ഏരിയ ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ആ മൗണ്ടനിലേക്ക് കയറി കാടിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വിശാലമായിട്ട് കാടിനകത്തൂടെ നടന്നതിന് ശേഷം പൊന്മുടിയിലേക്ക് പോയി പൊന്മുടിയുടെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് അവിടുന്ന് മടങ്ങി വരും വഴി നേരെ മീൻമുട്ടി വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൊല്ലത്ത് നിന്നും NH47 വഴി ആറ്റിങ്ങൽ വന്ന് ആറ്റിങ്ങൽ നിന്ന് വെഞ്ഞാറമൂട് വഴി വിതുര എത്തി. വിതുരയിൽ നിന്നാണ് പൊന്മുടിയിലേക്ക് വരുന്ന ഈ റൂട്ടിലേക്ക് കയറിയത്. അപ്പോൾ ഒരു വിതുരയൊക്കെ കഴിഞ്ഞ് പൊന്മുടി കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഹോട്ടലിൽ കണ്ടു. അവിടെ കയറി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. 22 ഹെയർ പിന്നുകളാണ് പൊന്മുടിയിലേക്കുള്ള ഈ ഹിൽ സ്റ്റേഷനിലേക്കുള്ള റോഡിലുള്ളത്. 22 ഹെയർ പിന്നുകൾ കയറുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ വ്യൂ പോയിന്റുകളും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഹിൽ സ്റ്റേഷനിലെയും പോലെ തന്നെയാണ് അതിമനോഹരമായ കാഴ്ച. ഇതുപോലെ പ്രഭാതത്തിലാവുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കും. ആ രാവിലെയുള്ള സൂര്യകിരണങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാവിലെ 8:30 ട്രെക്കിംഗ് ആരംഭിക്കണമെന്നാണ് തലേന്ന് വിളിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്. ശരിക്കും ഞാനിപ്പോൾ ശകലം ലേറ്റാണ്, അതുകൊണ്ടാണ് ശകലം സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളെയും കാത്ത് നമ്മളെ ഗൈഡ് അവിടെ ലാസ്റ്റ് ചെക്ക് പോയിന്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി നേരെ തിരികെ ഫോറസ്റ്റ് എൻട്രിയിലേക്ക് വന്നു. ഞങ്ങൾ മെല്ലെ കാട് കയറാൻ ആരംഭിച്ചു. ഇതാ ഈ കാണുന്നത് തലേന്ന് രാത്രി ഒരു കൂട്ടം മ്ലാവുകൾ റെസ്റ്റ് ചെയ്ത ഏരിയ ആണ് ഗൈഡ് നമുക്ക് കാണിച്ചു തന്നത്. പോകുന്ന വഴിക്കൊക്കെ തന്നെ മ്ലാവിൻ്റെയും കാട്ടുപോത്തിൻ്റെയും പക്മാർക്ക് ശരിക്ക് പതിഞ്ഞത് ഞങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ മ്ലാവുകളും കാട്ടുപോത്തുകളും ഒക്കെ തന്നെ ലൈവായിട്ട് ഉള്ള ഏരിയയാണ്. പക്ഷേ ഭാഗ്യം പോലെ ഇരിക്കും ഇതിനൊക്കെ നേരിട്ട് കാണുന്നത്. ഒരു 500 മീറ്റർ മുമ്പിലായിട്ട്, ഞങ്ങൾക്ക് മുന്നിലായിട്ട് മ്ലാവും കൂട്ടം ഓടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കാൽ ശബ്ദം പെരുമാറ്റം കേട്ടപ്പോഴേ തന്നെ അതൊക്കെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ട്രെക്കിങ് 3 മണിക്കൂറത്തെ മരുത്വമല ട്രെക്കിംഗ് ആണ്. ഇതിന് എനിക്ക് അവർ ഫീസ് ഈടാക്കിയത് 1000 രൂപയാണ്. അതിപ്പോൾ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും 3 ആളാണെങ്കിലും 1000 രൂപ തന്നെയാണ്. അതിപ്പോൾ 5 പേർക്ക് വരെ നമുക്ക് ഈ 1000 രൂപയ്ക്ക് 3 മണിക്കൂറത്തെ ട്രെക്കിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നീടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വരയാട് മുട്ട ട്രെക്കിംഗ് ആണ്. അത് കുറച്ചും കൂടി ഹാർഡും കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രെക്കിംഗ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്. 3500 ആണ്. 5 പേർക്ക് വരെ ഈ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ കുറേ അധികം നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഇരുന്ന് ചുറ്റുപാട് കണ്ണോടിച്ചപ്പോഴാണ് ഇങ്ങനൊരു പഴം കണ്ടത്. അപ്പോൾ ഗൈഡ് പറഞ്ഞത് ഇത് പഴുക്കുമ്പോൾ കുരങ്ങുകൾ ഭക്ഷണമാക്കുന്ന ഒരു തരം എന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് കറക്റ്റ് മൂപ്പര് പറഞ്ഞില്ല, എനിക്കൊട്ട് അറിയേയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ കുരങ്ങുപഴം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കാരക്കാക്ക പോലെ ഉണ്ട് കാഴ്ചയിൽ. കുറെ അധികം നേരത്തെ ഉൾവനത്തിലൂടെയുള്ള ട്രക്കിങ്ങിന് ശേഷം ഞങ്ങളൊരു തുറസായ സ്ഥലത്തെത്തി. അപ്പോൾ കാണുന്ന കാഴ്ചയാണ്, ആ കാണുന്ന മലനിരകൾ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. തെന്മല ഭൂപ്രദേശമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കിന് വലത്തെ സൈഡിലായിട്ട് വരയാട് മുട്ട പർവ്വതം നമുക്ക് ദൃശ്യമായി. നല്ല ഭംഗിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമാണ് വരയാട് മുട്ട. നല്ല തിക്ക് ഫോറസ്റ്റാളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പർവ്വതം. അപ്പോൾ അതിലേക്ക് 6 മണിക്കൂറാണ് ട്രെക്കിംഗ് ഉള്ളത് ഫോറസ്റ്റിന്റെ. അതും ഇതിനേക്കാൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് തന്നെ ആയിരിക്കും എന്നാണ് ഗൈഡ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഇടതൂർന്ന കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ തിങ്ങി നിൽക്കുന്ന ഒരു മലഞ്ചെരുവിലൂടെ കയറി ഒരു മല ഒന്നാകെ കയറി ഇറങ്ങുന്ന ഒരു ട്രെക്കിംഗ് ആണ്. കഴിഞ്ഞ ഫോറസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ശെന്തുരുണി വനമേഖല ശരിക്കും വളരെ നിരപ്പായ
വനമേഖലയായിരുന്നു. ഇത്ര കയറ്റിറക്കങ്ങളില്ലായിരുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ വനത്തിനകത്ത് പ്ലാവിനകത്ത് ചക്ക പിടിച്ചു നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. തൊട്ടു മുന്നിലുള്ളത് കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് ഇടതൂർന്ന തിക്ക് ഫോറസ്റ്റിനകത്തൂടെ ആയിരുന്നു ട്രെക്കിംഗ്. ഇതാ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കിന് തൊട്ട് മുന്നിലുള്ള ശരിക്കും കാട്ടുവഴി പോലും കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് പിന്നെ ചെടികൾ, കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. അതൊക്കെ വെട്ടിമാറ്റി വളർന്നു മാറ്റിയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നു പോയത്. വീണ്ടും കാടിനകത്തൂടെ കുറേ നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം ഞങ്ങൾ വളരെ തുറസായ ഒരു സ്ഥലത്ത് വീണ്ടും എത്തിച്ചേർന്നു. ചെറിയ കാട്ടരുവിയൊക്കെ ഒഴുകുന്ന വളരെ തുറസായ ഒരു സ്ഥലം. കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തു. നല്ല തണുത്ത ശുദ്ധമായ കാട്ടരുവിയിലെ വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റീഫ്രഷായി. അപ്പോഴത്തേക്കും ഒന്ന് ഉന്മേഷം ഉഷാറൊക്കെ ആയി. ഗൈഡ് കൊണ്ടുവന്ന ഭക്ഷണം, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ട്രെക്കിങ് പിന്നെ നടത്തം ആരംഭിച്ചു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് എൻഡിങ് പോയിന്റിലേക്കാണ്. നമ്മൾ ഈ മരുത്വമല കയറി ഇറങ്ങി വരുന്നത് നേരെ ഒരു ചെറിയ ക്ഷേത്രത്തിന്റെ മുന്നിലേക്കാണ്. ആ കാണുന്നതാണ് ക്ഷേത്രം. അവിടെ ചെറിയ എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഗൈഡ് അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ഇതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഇത് മുള്ളംപന്നി ചെതൽപ്പുറ്റ് മാന്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്ന് പുറകിലേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. നേരത്തെ കണ്ട തെന്മല മലനിരകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും അവിടെ ആൾതാമസമുണ്ട്. തേയില ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ചെറിയ വീടുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ വഴിക്ക് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ദൂരത്തായിട്ട് കാണുന്നതാണ് ലോൺലി ട്രീ, ഏകാന്ത മരം. അങ്ങനെ പറയാൻ കാരണം തന്നെ അതിന് ചുറ്റും മലനിരകൾ, നടുക്ക് ഒരു മരമായിട്ടാണ് നമുക്ക് ഈ വ്യൂ കാണാൻ സാധിക്കുന്നത്. വരയാട് മൊട്ടയും തെന്മലയും മരുത്വമലയും ഒക്കെ ചുറ്റും നിന്നിട്ട് അതിന് നടുവിലായിട്ട് കാണുന്ന ഒരു മരം. വളരെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ 360 ഡിഗ്രിയിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ശരിക്കും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ ഒരു ഏരിയ. ഫോറസ്റ്റ് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ആകെ ക്ഷീണിച്ച് നേരെ KTDCയുടെ റെസ്റ്റോറൻറ്റിൽ വന്നു പൊന്മുടിയിലെ. അപ്പോൾ കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും 50 രൂപയാണ് ആ കപ്പയ്ക്ക് അവർ ഈടാക്കുന്നത്. അതും കഴിച്ച് നേരെ പൊന്മുടിയിലേക്ക് നടന്നു. പിന്നെ ഈ പൊന്മുടിയിലേക്ക് നമുക്ക് KSRTC ബസ്സിലും എളുപ്പത്തിൽ വരാം. അപ്പൊ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അതേപോലെ നെടുമങ്ങാട് നിന്നും ഈ പൊന്മുടിയിലേക്ക് എപ്പോഴും ബസ് ഉണ്ടാവും. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും ബസ്, രാവിലത്തെ ബസ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെടുമങ്ങാടിൽ നിന്നും വിതുര ബസ്സിൽ വന്നാൽ വിതുരയിൽ നിന്നും ഇങ്ങോട്ട് ബസ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പൊന്മുടി മലയിലേക്കുള്ള ഈ കയറ്റം ഒരു ഇത്തിരി ഹാർഡായിട്ട് തോന്നി. ശരിക്കും ഇത്തിരി പ്രായമായ ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും ഇത് നടന്നു കയറാൻ. ഞാൻ ഏതാണ്ട് ഒരു 3 മണിക്കൂർ കാടിനുള്ളിലൂടെ നടന്ന് ക്ഷീണിച്ചത് കൊണ്ടാവാം ഞാൻ നന്നേ ബുദ്ധിമുട്ടി മുകളിലേക്ക് കയറുന്നതിന്. മുകളിൽ എത്തുമ്പോൾ നമുക്കൊരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. വിലക്കുറവ് ആണെന്നാണ് ആദ്യം ഞാൻ കരുതിയത് പൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിന്റെ മുകളിൽ നിന്നപ്പോൾ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു. അതിനുശേഷമാണ് അത് ക്ലോസ് ചെയ്തതെന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറാതെ തന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല ഹൈറ്റിലാണ് പൊന്മുടിയുടെ ആ പീക്ക് പോയിന്റ് ഉള്ളത്. നമ്മൾ നേരത്തെ ട്രെക്കിംഗ് നടത്തിയ മരുത്വ മലയും അതോടൊപ്പം തന്നെ വരയാട് മൊട്ടയും തെന്മല മലനിരകളും ഒക്കെ തന്നെയാണ് ഇതിന് ചുറ്റും കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ. ശരിക്കും മനോഹരമായ കാഴ്ചയാണ്. പിന്നെ നമ്മളെ മൺസൂൺ സീസണിലാണ് വരുന്നതെങ്കിൽ നല്ലപോലെ കോട നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളാണ് എന്നുണ്ടെങ്കിൽ കോട വളരെ കുറവായിരിക്കും. അതിരാവിലെ വന്നാൽ മാത്രമാണ് നമുക്ക് കോട കാണാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു സൈറ്റ് സീയിങ് അല്ലാതെ വേറൊന്നും നമുക്ക് ഇവിടെ ആസ്വദിക്കാനില്ല. ക്ലൈമറ്റ് ഒക്കെ നോർമൽ ക്ലൈമറ്റ് തന്നെ ആയിരിക്കും. എന്നാൽ അധികം ചൂടില്ല, എന്നാലും അധികം തണുപ്പുമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. വീഡിയോയിൽ പൊന്മുടി വിജനമായിട്ട് തോന്നിയേക്കാം, പക്ഷേ വിജനമല്ല, ശരിക്കും നല്ല റഷ് ടൈമാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. പരമാവധി ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒന്ന്, അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. രണ്ട്, നമ്മൾ പ്രകൃതി ഭംഗി പരമാവധി വീഡിയോയിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആള് കൂടുതൽ നിൽക്കുന്ന ഭാഗം ഒഴിവാക്കി ഷൂട്ട് ചെയ്തു എന്ന് മാത്രം.
പൊന്മുടിയിലൊക്കെ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ മെല്ലെ വീണ്ടും ബൈക്ക് എടുത്തു. അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. 4 മണിക്ക് മുമ്പേ എത്തിയാലാണ് പ്രവേശനം ലഭിക്കുക. 4 മണിക്ക് പ്രവേശനം ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ എൻട്രി പോയിന്റിൽ നിന്നും ടിക്കറ്റും എടുത്ത് ബൈക്കുമായി വീണ്ടും 1/2 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ബൈക്ക് വെച്ചതിന് ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒരു കാഴ്ചയാണിത്. ഗോപ്രോ പരീക്ഷണാടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് അവിടെ മുക്കി നോക്കി, ആ പുഴയിലേക്ക് ഒന്ന് ഇറക്കി നോക്കി. നല്ല ഒഴുക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഗോപ്രോ എടുത്തതിന് ശേഷം വെള്ളത്തിലൂടെ ഒരു കാഴ്ച ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് സമയം ഒന്ന് പിന്നെ ചൂടായി ക്യാമറ ഓഫ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഏതായാലും ഞാനത് തോനെ നേരം ആ ഒരു പരിപാടിക്ക് നിന്നില്ല. കാരണം ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. വെള്ളത്തിനടിയിൽ മുക്കുമ്പോൾ എങ്ങനെ വേണമെന്നുള്ളതൊക്കെ. ഏതായാലും നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ പരൽമീനുകൾ ഓടുന്നതൊക്കെ ചെറുതായിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പക്ഷെ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക്. ബൈക്ക് വെച്ച എൻട്രി പോയിന്റിൽ നിന്നും വീണ്ടും ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ ഞാനങ്ങനെ നടന്നു. നോക്കിയ വളരെ ഭീമാകാരനായ ഒരു പാറ എടുത്തു വെച്ചതുപോലെയാണ് അതിങ്ങനെ നിൽക്കുന്നത്. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു പ്രധാന എൻട്രി ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കും. അതിങ്ങനെ ഒരു മറ പോലെ, എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ ഭിത്തി പോലെ നമുക്ക് അത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒന്നല്ല 2 പാറകൾ അപ്പുറവും ഇപ്പുറവുമായി അതിങ്ങനെ മൂടി നിൽക്കുന്നതായിട്ടാണ് ആ പ്രദേശം തന്നെ ഉള്ളത്. പോയിന്റ് എത്തുമ്പോൾ നമുക്കിതാ ഈ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഒഴുകി വരുന്നത് ക്രോസ് ചെയ്തിട്ട് നടന്ന് മുകളിലേക്ക് കയറണം. അവിടെ ഷൂ അഴിച്ചു വെച്ച് അത് ക്രോസ് ചെയ്ത് മെല്ലെ മുകളിലേക്ക് നടന്നു. അത് ഒരു 100 മീറ്ററിനകത്ത് നടക്കുമ്പോഴേക്ക് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിനടുത്തെത്തി കാലിലേക്ക് നോക്കിയപ്പോഴാണ് എപ്പോഴോ കടിച്ച അട്ടയുടെ പാട്. ശരിക്കും പറഞ്ഞാൽ അതിനാവശ്യമായ രക്തം കുടിച്ചതിന് ശേഷം അത് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഒരു ശല്യം ഉണ്ടാക്കാതെ
വളരെ മുകളിൽ നിന്നായി ആർത്തിരമ്പിക്കൊണ്ട് താഴേക്ക് പതിക്കുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. എത്ര നേരം അവിടെ കണ്ടിരുന്നാലും നമുക്ക് യാതൊരു വിധമായ മടുപ്പും തോന്നുകയില്ല. അത്ര ഭംഗിയാണ് ആ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ. വളരെ ശക്തിക്ക് മുകളിൽ നിന്ന് വളരെ ഹൈറ്റിൽ നിന്നാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. I feel like I'm losing my mind. Is everybody in the world